വിമാനയാത്രക്കിടെ ജനിക്കുന്ന കുഞ്ഞ് ഏത് രാജ്യത്തെ പൗരനാകും? അന്താരാഷ്ട്ര നിയമങ്ങൾ പറയുന്നത് ഇതാ ഇങ്ങനെയാണ്. ആംബുലൻസിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ ജനിക്കാറുണ്ട്. ഇങ്ങനെ യാത്രാവേളയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ചില സമ്മാനങ്ങളും ലഭിക്കാറുണ്ട്. എന്നാൽ വിമാനയാത്രയിൽ ജനിച്ചാൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഏത് രാജ്യത്തെ പൗരത്വമായിരിക്കും ലഭിക്കുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഗർഭിണിയായ യാത്രക്കാരി വിമാനത്തിൽ പ്രസവിച്ച സംഭവം ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. 7 മാസം ഗർഭിണിയായിരുന്ന ഡേവി ഓവനും തന്റെ 4 വയസ്സുള്ള മകളുമായി യാത്ര ചെയ്യുന്നതിനിടെ പ്രസവ വേദന അനുഭവപ്പെട്ടു. ഐവറി കോസ്റ്റിൽ നിന്ന് ലണ്ടനിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഇരുവരും. ആ സമയത്ത് ഡേവി ഓവറിനൊപ്പം ഭർത്താവ് ഉണ്ടായിരുന്നില്ല. വിമാനയാത്രക്കിടയിൽ ഓവന് പെട്ടെന്ന് പ്രസവ വേദന അനുഭവപ്പെട്ടു. കൃത്യമായ വൈദ്യപരിശോധനയോടെ തന്നെയാണ് താൻ യാത്ര ചെയ്തതെന്നും പ്രസവത്തിന് ഉടനടി സാധ്യതയില്ലെന്ന് ഡോക്ടർ ഉറപ്പ് നൽകുകയായിരുന്നു ചെയ്തത് എന്നും അവർ പറഞ്ഞു. എന്നിരുന്നാലും വിമാനയാത്രക്കിടെ അവർക്ക് പ്രസവവേദന അനുഭവപ്പെടുകയും വിമാനത്തിൽ വെച്ച് തന്നെ കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. വിമാനത്തിലുണ്ടായിരുന്ന ഒരു ഡച്ച് ഡോക്ടറായിരുന്നു ഇതിനുള്ള നേതൃത്വം നൽകിയത്. കുഞ്ഞ് ജനിക്കുന്ന സമയം വിമാനം ബ്രിട്ടീഷ് അതിർത്തിക്ക് അടുത്തായിരുന്നു. ആ കുട്ടിക്ക് ഇപ്പോൾ 28 വയസ്സാണ്. ഷോണ എന്നാണ് ആ കുഞ്ഞിന്റെ പേര്. സ്കൈബോൺ എന്നറിയപ്പെടുന്ന ആകാശത്ത് ജനിച്ച ഏകദേശം 50 പേരിൽ ഒരാളാണ് ഷോണ. ഓക്സിജന്റെ അളവ് കുറവായതിനാൽ വിമാനത്തിൽ പ്രസവിക്കുക എന്നത് പ്രയാസകരമായ കാര്യമാണ്. ഇത് നവജാത ശിശുവിനെ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂടാതെ സങ്കീർണതകൾ ഉണ്ടായാലോ അടിയന്തര സെക്ഷൻ ആവശ്യമായി വന്നാലോ ഹൈടെക് മെഡിക്കൽ ഉപകരണങ്ങൾ ലഭ്യമല്ല. ഈ കാരണങ്ങളാൽ ചില എയർലൈനുകൾ ഗർഭിണികളെ 27 ആഴ്ചയ്ക്ക് ശേഷം യാത്ര ചെയ്യാൻ അനുവദിക്കാറില്ല. എന്നാൽ ചില എയർലൈനുകൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് 40 ആഴ്ച വരെ യാത്ര ചെയ്യാൻ അനുവദിക്കാറുമുണ്ട്. ആകാശത്തിൽ ജനിക്കുന്ന കുഞ്ഞിന്റെ പൗരത്വം എങ്ങനെയായിരിക്കും നിർണയിക്കുക എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? തല പുകഞ്ഞ കാര്യമാണെങ്കിലും 36,000 അടി ഉയരത്തിൽ ജനിക്കുന്ന കുഞ്ഞിന്റെ പൗരത്വവുമായി ബന്ധപ്പെട്ട് കാര്യമായ നിയമങ്ങളൊന്നും തന്നെയില്ല. വിമാനത്തിന്റെ രജിസ്ട്രിയിലുള്ള രാജ്യമാണ് വിമാനത്തിന്റെ പ്രദേശമായി കണക്കാക്കുന്നത്. മഹാസമുദ്രങ്ങൾക്ക് മുകളിലൂടെയോ 2 രാജ്യങ്ങളുടെ അതിർത്തി പ്രദേശത്ത് വച്ചോ കുഞ്ഞിന്റെ ജനനം സംഭവിച്ചാലും വകുപ്പുണ്ട്. അപ്പോൾ വിമാനം ഏത് രാജ്യത്താണോ രജിസ്റ്റർ ചെയ്തത് ആ രാജ്യത്തിന്റെ പൗരത്വമായിരിക്കും കുഞ്ഞിന് ലഭിക്കുന്നത്. ഉദാഹരണത്തിന് നോർവേയിൽ രജിസ്റ്റർ ചെയ്ത വിമാനമാണെങ്കിൽ കുഞ്ഞിന് നോർവേ പൗരത്വം ലഭിക്കും. ചില രാജ്യങ്ങൾ 45 മൈൽ ഉയരം വരെ ആകാശം തങ്ങളുടെ അധികാരത്തിലുള്ളതാണെന്ന് അവകാശപ്പെടുമ്പോൾ ചിലത് 99 മൈലാണ് പറയുന്നത്. ഭൂമധ്യരേഖയോട് ചേർന്നുള്ള 8 രാജ്യങ്ങൾ 1976 അവകാശപ്പെട്ടത് ഭൂമിയിൽ നിന്നും 22,300 മൈൽ ഉയരം വരെ തങ്ങളുടെ പരിധിയിൽ പെടുന്നു എന്നാണ്. ആകാശത്തിന് പരിധിയുണ്ടെന്ന് എല്ലാ രാജ്യങ്ങളും സമ്മതിക്കുന്നുണ്ടെങ്കിലും ആ പരിധിയിൽ തന്നെ ഏറ്റക്കുറച്ചിലുകളുമുണ്ട്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു സവിശേഷത നിയമം ഇറക്കിയിട്ടുണ്ട്. ഒരു കുട്ടി അന്താരാഷ്ട്ര ജലാശയത്തിൽ ജനിച്ചാൽ ജനനസ്ഥലം കടലായി പട്ടികപ്പെടുത്തണം. വിമാനത്തിൽ ജനിച്ചാൽ കുട്ടിയുടെ വായുവിലുള്ള ശിശുവായി കണക്കാക്കുമെന്നാണ് രസകരമായ കാര്യവും. വിമാനത്തിൽ ഒരു കുഞ്ഞു ജനിക്കുന്നത് പലപ്പോഴും മാതാപിതാക്കൾക്കും എയർലൈനും ഒരുപോലെ സന്തോഷ വാർത്തയാണ്. വിമാന കമ്പനികൾക്ക് ഇതൊരു പ്രൊമോഷനും ആവാം. വിമാനത്തിൽ ജനിച്ച ഒരു കുട്ടിക്ക് 21 വയസ്സ് വരെ സൗജന്യ വിമാന ടിക്കറ്റും ലഭിച്ചിട്ടുണ്ട്. ഓരോ രാജ്യത്തിനും പൗരത്വ നിയമം വ്യത്യസ്തമാണെന്നതുപോലെ ആകാശത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ പൗരത്വത്തിന്റെ കാര്യത്തിലും വ്യത്യസ്ത തീരുമാനങ്ങളാണ് നിലനിൽക്കുന്നത്.